സോ ഹായ് ഐ മുഹമ്മദ് ഷഹീൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റുഡിയോ റീബിൽഡ് സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റുഡിയോ ഔട്ട്ഡോറിന് വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റ്സ്, പോട്ട്സ്, പിന്നെ നമ്മളൊരു പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോണ്ടിനും അതിൻ്റെ വാട്ടർഫോളിനും വേണ്ടിയിട്ടുള്ള സ്റ്റോൺസും കാര്യങ്ങളൊക്കെ നോക്കി പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബാക്കിൽ കാണുന്ന ഈ ഫ്രെയിമിന് തന്നെ ഈ ഒരു ഗ്യാപ്പും പിന്നെ നമുക്ക് ആ ബെഞ്ചിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് എംറ്റി സ്പേസ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്കും ഒരു ഫില്ലിങ് കുറവുള്ളതായിട്ടൊരു സജഷൻസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമുക്ക് അവിടത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ലാർജ് പ്ലാന്റ്സും കുറച്ച് പോട്ട്സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനെ ഇവിടെ 1-2 ഫ്രെയിംസ് വേറെയുണ്ട്. അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് മെയിനായിട്ട് ഇന്ന് നോക്കേണ്ടത്. Continue for 1.5 kilometers. ഇതിപ്പോൾ നമ്മൾ കഫേ ബിൽഡ് ചെയ്യുന്നതിൻ്റെ സൈഡിൽ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ ഒരു പോണ്ട് നമ്മൾ പണിയുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കല്ലാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എടുത്തത്. കാരണം നമുക്ക് ഇത് ആണ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്ന മോഡലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ പോണ്ടിന് വേണ്ടിയിട്ടുള്ള സ്റ്റോണും കാര്യങ്ങളുണ്ട്. പിന്നെ പോണ്ടിനുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഗ്രാസ് ഐറ്റം വെക്കാനുള്ളത് ബാക്കിയുണ്ട്. പിന്നെ ബാക്കി പ്ലാന്റ്സ് ആണ്. ഇനി നാളെയും മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഇതിനൊന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം പിന്നെ എവിടെയാണ് എന്താണ് റിക്വയർമെൻറ്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ അടുത്ത ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു പുതിയ വാൾ വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഫുൾ ഒരു സിംഗിൾ ഫ്രെയിം ഇവിടെ വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ജസ്റ്റ് പൊട്ടിച്ചിട്ടതേ ഉള്ളൂ. ഇനി ബാക്കി അത് സോർട്ട് ചെയ്ത് എടുക്കാണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളിവിടെ ഒരു കുഞ്ഞ് പോണ്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഈ ഒരു പോർഷനിൽ നമ്മൾ കല്ല് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടിട്ടുണ്ട്. ബാക്കി ആ ഒരു വാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഏരിയ നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്ന ഈ ഒരു ഏരിയ ഇവിടെ ഫുള്ള് ലോൺ ചെയ്യാനാണ് ഇതുവരെയുള്ള പ്ലാൻ. അത് ഈ ഒരു ഫ്രെയിം നമ്മളിവിടെ പുതിയ ഫ്രെയിം ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് ജസ്റ്റ് കപ്പിൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ കണക്കിനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിനിഷിങ് കൂടെ കഴിഞ്ഞിട്ടായിരിക്കും അവിടെ ലോൺ വേണോ സ്റ്റോൺ ആക്കണോ എന്താണെന്നുള്ളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. തൽക്കാലം ഇങ്ങനെ ഇട്ടേക്കുവാണ്. ലോണാണ് നമ്മളിപ്പോൾ ഇനീഷ്യലി മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പുതിയ 2-3 ഫെൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ. ഇനി മുതൽ നമുക്ക് ഇതായിരിക്കും നമ്മുടെ എൻട്രൻസ് വരുന്നത്. നമുക്കിവിടെ ഒരു കുഞ്ഞ് ഡോറുണ്ട് സ്റ്റുഡിയോയ്ക്ക്. അപ്പോൾ ഈ ഡോറായിരിക്കും ഇനി നമുക്കൊരു ഒഫീഷ്യൽ എൻട്രൻസ് പോലെ വരുന്നത്. പിന്നെ നമ്മുടെ കഫേ
ഇതിന് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് ഫിനിഷ്. ഇതിപ്പോൾ നമ്മൾ സീലിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് കൊടുത്തിട്ടേക്കുമാണ്. പിന്നെ കഫേയുടെ ഇവിടെയും നമുക്കിനി ബാക്കി പുല്ലും ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഒരു ഡോറ്, ആ ഡോറ് നമ്മൾ സോഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ട് വന്നു. ഇനി നമുക്ക് ഈ വാളിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കൂട്ടിയതിന് ശേഷം ബാക്കി ഫിനിഷ് ചെയ്തെടുക്കും. പിന്നെ ഇവിടത്തേക്ക് ഒരു സാധനം കൂടെ എടുത്തിട്ടുണ്ട്, കുറച്ച് സിറ്റിംഗ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യണം. പിന്നെ ബാക്കിലും നമ്മൾ കുറച്ച് ഫെൻസ്, ബാക്കിലൊരു പുതിയ ഫ്രെയിം വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ വർക്ക് ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഒരു കണ്ടീഷൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ ഇവിടെ നമുക്ക് ഫെൻസിനുള്ള ബേസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 2 ടൈപ്പ്, ഇപ്പം ഇതാണ് നമുക്ക് സ്റ്റുഡിയോയിൽ ആൾറെഡി ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ഫെൻസ്. നമ്മൾ പുതിയൊരു മോഡലാണ് ഇവിടത്തേക്ക് മോസ്റ്റ്ലി എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രെയിം, ഇത് ബേസാണ് പില്ലറിൻ്റെ. ഇനി ഇതിനകത്തൊരു റൗണ്ട് ഷേപ്പ് പില്ലറും അതിൻ്റെ മുകളിലൊരു ലൈറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പോയിട്ട് ക്യാമറ കൊണ്ടിട്ടെ. സോ ഇതായിരിക്കും നമ്മുടെ ഇത് അത്യാവശ്യം നല്ല ഫുൾ വിഡ്ത്തിലൊരു സിംഗിൾ കളറിലായിരിക്കും. നമ്മൾ വൈറ്റാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്, ഫുൾ വൈറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഈ ഫ്ലോറെല്ലാം ഫുള്ള് ലോണൊക്കെ ചെയ്ത് നമുക്ക് മോസ്റ്റ്ലി കപ്പിൾ ഷൂട്ടും എന്ത് ഷൂട്ടാണെങ്കിലും പ്രീ വെഡിങ്ങും എന്താണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫുൾ വൈറ്റ് തീമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.